ബാലങ്കൻ നായരുടെ ജീവിതം മലയാള സിനിമയ്ക്ക് വളരെ അവിസ്മരണീയമാണ്. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ബാലങ്കൻ നായർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ദയനീയ അവസ്ഥയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നുപോയിട്ടുള്ളത്. ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് അവിസ്മരണീയമാക്കിയ ആളാണ് ബാലങ്കൻ നായർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പല ഉയർച്ച താഴ്ചകളിലൂടെ പോയിട്ടുണ്ട്. അതിൽ ഒരു സംഭവമാണ് കോളിളക്കം സിനിമയിലെ ആ സംഭവം. അതിനുശേഷം പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബാലങ്കൻ നായരുടെ ജീവിതത്തിൽ ആ പഴയ പ്രതാപം ഉണ്ടായിരുന്നില്ല. നമുക്ക് ബാലങ്കൻ നായരുടെ ജീവിതത്തിലെ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. ബാലങ്കൻ നായർ മലയാള സിനിമയെ വിസ്മയിപ്പിച്ച നടനായിരുന്നു. പക്ഷേ ബാലങ്കൻ നായരുടെ പ്രതിഭയെ മലയാള സിനിമ തിരിച്ചറിഞ്ഞില്ല. ബാലങ്കൻ നായർക്ക് ലഭിച്ച വേഷങ്ങളെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു. ബാലങ്കൻ നായർക്ക് കോഴിക്കോട് വർക്ക്ഷോപ്പ് തൊഴിലായിരുന്നു. പിന്നീട് വർക്ക്ഷോപ്പ് സ്വന്തമായി നടത്തി. നിഴലാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ബാലങ്കൻ നായർ സ്ക്രീനിൽ എത്തുന്നത്. അതിനുശേഷം കുട്ടിയടത്തി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ബാലങ്കൻ നായർ ചെയ്തിരുന്നു. പിന്നീട് ജയന്തരംഗത്തിൻ്റെ കാലത്ത് ബാലങ്കൻ നായർ വില്ലൻ വേഷങ്ങളുടെ പ്രതീകമായി മാറി. ചുരുട്ട് വലിച്ച് കയ്യിൽ തോക്കുമായി നടക്കുന്ന വില്ലൻ, ക്രൂരമായി എതിരാളികളെ കൊന്നു വീഴ്ത്തുന്ന വില്ലൻ. ആ വില്ലൻ വേഷങ്ങളിൽ നിന്ന് ബാലങ്കൻ നായർക്ക് മോചനം നൽകിയത് ഓപ്പോൾ എന്ന ചിത്രമാണ്. MTയുടെ ഓപ്പോളിലൂടെ ദേശീയ പുരസ്കാരം ബാലങ്കൻ നായരെ തേടിയെത്തി. നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ ബാലങ്കൻ നായർ അസാമാന്യമായി അഭിനയ പ്രകടനം കാഴ്ചവെച്ചു. വയനാടൻ തമ്പൻ, ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലങ്കൻ നായരുടെ വിസ്മയ പ്രകടനം നമ്മൾ കണ്ടു. പിന്നീട് ബാലങ്കൻ നായർ രോഗാകുലനായി മാറി. അപൂർവങ്ങളിൽ അപൂർവമായ രോഗങ്ങൾ ബാലങ്കൻ നായരെ തേടിയെത്തി. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളാൽ ബാലങ്കൻ നായർ കഷ്ടപ്പെട്ടു. അഭിനയിക്കുമ്പോൾ ബാലങ്കൻ നായർ പ്രതിഫലം പറഞ്ഞു വാങ്ങിയിരുന്നില്ല. വണ്ടിച്ചെക്കുകൾക്ക് കേസ് കൊടുത്തിരുന്നില്ല. കിട്ടുന്ന പ്രതിഫലം വാങ്ങി ബാലങ്കൻ നായർ അഭിനയിച്ചു മടങ്ങി. ആരോടും പരിഭവമില്ലാതെ ബാലങ്കൻ നായർ മടങ്ങി. സംവിധായകരോടും നിർമ്മാതാക്കളോടും പ്രതിഫലത്തിനു വേണ്ടി ബാലങ്കൻ നായർ തർക്കിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ബാലങ്കൻ നായരെ കാസ്റ്റ് ചെയ്തു. ജയൻ്റെ സ്ഥിരം വില്ലനായി ബാലങ്കൻ നായർ മാറി. പ്രേം നസീറിൻ്റെ സ്ഥിരം വില്ലനായി ബാലങ്കൻ നായർ മാറി. ഇങ്ങനെ വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ച് പഴകി ബാലങ്കൻ നായർ. പക്ഷേ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്ന് പണം വാങ്ങാൻ പാവം ബാലങ്കൻ നായർ മറന്നുപോയി. ഇതായിരുന്നു ബാലങ്കൻ നായരുടെ പ്രശ്നം. ഇതായിരുന്നു അവസാന കാലത്ത് ബാലങ്കൻ നായരെ കൊടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടത്. ബാലങ്കൻ നായരുടെ അഭിനയ ജീവിതം എന്ന് പറയുന്നത് നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. നാടകത്തിൽ അദ്ദേഹം നടനായി എത്തിപ്പെടുന്നത് 14-15 വയസ്സിൽ തന്നെയാണ്. സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് വരെ അദ്ദേഹം നടത്തിയിരുന്നു. കൊയിലാണ്ടിക്കടുത്താണ് ചേമഞ്ചേരി എന്ന് പറയുന്ന പരിസരത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് എടക്കുളം വീട്ടിൽ കുട്ടിരാമൻ നായർ ഒരു സാധാരണ കടയുടമയായിരുന്നു. അമ്മ ദേവകിയമ്മ. 1933 ജനനം. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരണമടഞ്ഞു. 8ാം ക്ലാസ് വരെ മാത്രമേ പഠനം തുടരുവാൻ കഴിഞ്ഞുള്ളൂ. 2 അനുജന്മാർ, ഒരു സഹോദരി. കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ബാലങ്കൻ നായരുടെ ചുമലിലായി. അതുകൊണ്ട് കുടുംബഭാരം നിവർത്തിച്ചെടുക്കുന്നതിനു വേണ്ടി ഒരു മെക്കാനിക്കായി അദ്ദേഹം പലയിടത്തും ജോലി ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പിന് ഉടമയാകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലും തൻ്റെ കലാവാസനകൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കോഴിക്കോടൻ നാടകവേദിയിൽ അദ്ദേഹത്തിൻ്റെ നടന വൈഭവത്തെ തേടി വരുവാൻ ആളുകളുണ്ടായി. അദ്ദേഹം സംഗമം തിയേറ്റേഴ്സ് മറ്റും സഹകരിച്ചു കൊണ്ടാണ് ഈ ബാല്യത്തിനും കൗമാരത്തിനും ഇടയിലുള്ള പ്രായത്തിൽ അഭിനേതാവായി കടന്നു വരുന്നത്. പിന്നീട് കോഴിക്കോടുള്ള പല നാടക സമിതികളിലും അദ്ദേഹം സഹവർത്തിച്ചു പോന്നു. സ്വന്തമായി സുഭാഷ് തിയേറ്റേഴ്സ് എന്നു പേരിലുള്ള നാടക സംഘവും കൊണ്ടു നടന്നു. ഇതിനിടയിലാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. ശാരദയാണ് അദ്ദേഹത്തിൻ്റെ പത്നി. വിവാഹാനന്തരമാണ് അദ്ദേഹം ഷൊർണൂരിനടുത്തേക്ക് താമസം മാറ്റി അവിടെ നിന്നുകൊണ്ട് തൻ്റെ കലാപ്രവർത്തനം തുടരുകയും കോഴിക്കോടുള്ള വർക്ക്ഷോപ്പിൻ്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ നാടകരംഗത്ത് ഒരു പക്ഷേ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുകയും പിന്നീട് വലിയ വേഷങ്ങളിലേക്ക് മാറുകയും തിക്കോടിൻ്റെയും KT മുഹമ്മദിൻ്റെയും അടക്കമുള്ള കോഴിക്കോടുള്ള നാടക പ്രമാണിമാരുടെ ശ്രദ്ധയിൽ അദ്ദേഹം ചെന്നുപെടുന്നത് അതിലേതെങ്കിലും നാടക പ്രകടനം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസം തോന്നിയത് കൊണ്ടുമാകാം. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ താല്പര്യം പരിഗണിച്ചു കൊണ്ടുമാകാം വിൻസെൻ്റ് മാസ്റ്റർ നിഴലാട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയത്. നിഴലാട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രത്യക്ഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നടനം വെളിപ്പെടുത്തി തരുന്ന തരത്തിലുള്ള ഒന്നായിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ നടന വൈഭവം വെളിപ്പെടുത്തിത്തരുന്നത് മാപ്പുസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ്. 1970-ലായിരുന്നു നിഴലാട്ടം, 1972-ലായിരുന്നു മാപ്പുസാക്ഷി. ഇതിനിടയിൽ മറ്റ് ചില ചിത്രങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവയൊന്നും മോശമായ ചിത്രങ്ങളായിരുന്നില്ല. ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മോശം, നല്ലത് എന്നുള്ള വിവേചനം ഒന്നും ഒരു കാലഘട്ടത്തിലും കാണിച്ചു പോന്നിട്ടില്ല. പക്ഷേ നിയോഗവശാൽ അദ്ദേഹത്തിനെ തേടി വന്നത് നിഴലാട്ടത്തിനെ തുടർന്ന് കുട്ടിയടത്തിയാണ്. കുട്ടിയടത്തിയിലെ മണ്ണിനെ തൊട്ടു നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെല്ലാം സന്നിവേശിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തെ വളരെ തന്മയത്വപൂർണമായി ബാലങ്കൻ നായർ അവതരിപ്പിച്ചു. സത്യനും വിലാസിനിയും ഒക്കെ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ചിത്രത്തിൽ ബാലങ്കൻ നായരും ശ്രദ്ധിക്കപ്പെട്ടു. അഭിനയം ഒരു തൊഴിലായി സ്വീകരിക്കുമ്പോൾ അതിൽ നല്ല വേഷങ്ങളും ഉണ്ടാവാം, വളരെ മോശമായ വില്ലൻ വേഷങ്ങളും ഉണ്ടാവാം. രണ്ടും ഒരേ മനസ്സോടെ അർപ്പണബോധത്തോടു കൂടിയാണ് ബാലങ്കൻ നായർ ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഫലമൊന്നും ആഗ്രഹിക്കാനോ അവകാശപ്പെടാനോ പ്രതീക്ഷിക്കാനോ സാധ്യതയില്ലാത്ത നാളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വഭാവ നടന്മാർക്ക്, വില്ലൻ നടന്മാർക്ക് ഉണ്ടായിരുന്നത്. അതൊന്നും നോക്കാതെ കയ്യിൽ വന്ന വേഷങ്ങളെല്ലാം ചെയ്ത് തകർത്താടി. അദ്ദേഹത്തിൻ്റെ 300ഓളം വരുന്ന ചിത്രങ്ങളുടെ നിര തന്നെ കാലം നമ്മുടെ മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട്. 1970 മുതൽ 1992 വരെ ഏതാണ്ട് 22 വർഷങ്ങൾ നിന്ന ഒരു അഭിനയ കാലഘട്ടമാണ് ബാലങ്കൻ നായർക്കുണ്ടായിരുന്നത്. അവസാനത്തെ 3-4 വർഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ വല്ലപ്പോഴും ഒരു ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് മാത്രമേ പറയാനാകൂ. ചുണ്ടുകൾക്കിടയിൽ ബീഡി വയ്ക്കുകയും അത് ചുണ്ടിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മാറ്റിക്കൊണ്ട് സംസാരിക്കുകയും ഒരു പ്രത്യേക തരത്തിലുള്ള ക്രൗര്യത ഇനിയും ബാക്കി നിൽക്കുകയും അതിനിടയിലും ഉള്ളിലെ സ്നേഹത്തിൻ്റെ സ്ഫുരണം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ചിരി, ഒരു സങ്കീർണ സ്വഭാവമുള്ള കഥാപാത്രത്തെ തികഞ്ഞ അനായാസതയോടുകൂടിയാണ് ബാലങ്കൻ നായർ വെള്ളിത്തിരയിൽ പ്രത്യക്ഷമാക്കിയത്. ബാലങ്കൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. കാപട്യമില്ലാത്ത ഒരുപാട് നേരുനിറവുകൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു മനുഷ്യനായിരുന്നു. ഏറെയൊന്നും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കൂടുതൽ വേദനകൾ സമ്മാനിച്ചുകൊണ്ടാണ് ബാലങ്കൻ നായരെ വരവേറ്റത്. അദ്ദേഹത്തിൻ്റെ അസ്ഥികൾക്ക് അർബുദ രോഗം ബാധിച്ചു. ഉമിനീര് പോലും ഇറക്കിയാൽ ഛർദ്ദിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള വളരെ വളരെ ക്ലേശകരവും ദുരന്തപൂർണവുമായ രോഗവ്യഥകളാൽ അലട്ടിയിട്ടുള്ള നാളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ. ഏറെക്കാലം അഭിനയിക്കാൻ കഴിയാത്ത ശരീരത്തിൻ്റെ ഓജസ് മുഴുവനും വാർന്നുപോയി ചലിക്കുന്ന ഒരു മനുഷ്യ ശരീരം പോലെ അദ്ദേഹം പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം മരണമടഞ്ഞപ്പോൾ ഒരു പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെ കുടുംബത്തിലെ ഒരു കലാകാരൻ നഷ്ടപ്പെട്ട നൊമ്പരമാണ് പ്രേക്ഷകർക്കുണ്ടായ ആ നൊമ്പരമാണ് ബാലങ്കൻ നായരെ പോലുള്ള കലാകാരന്മാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രണാമം.